മാതൃഭൂമിയിലായിരുന്നല്ലേ കുറെ കാലം? ഏത് വർഷമായിരുന്നത്? 1993 മുതൽ 2015 വരെ 22 വർഷം. 22 വർഷം മാതൃഭൂമിയിലായിരുന്നു. അപ്പൊ ഈ കമന്റേറ്ററായിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ രാജിവെച്ചത്? അതിനോടുള്ള താല്പര്യം കൊണ്ടാണോ? അല്ല, താല്പര്യമല്ല. 2014 ISL ആരംഭിക്കുന്നത്. ISLന്റെ കമന്ററി പറയുന്നതിനായിട്ടുള്ള ഓഡീഷൻ വിജയകരമായി പൂർത്തിയാക്കുന്നു. ISLന്റെ ആദ്യ കമന്റേറ്ററായി, അല്ലെങ്കിൽ ആദ്യകാലം മുതൽ ഞാനുണ്ട് ഇപ്പോൾ ISLനൊപ്പം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സ്വാഭാവികമായും ISL നമുക്കറിയാം മാസങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയാണ് ISL. ഇപ്പം ISL ശരിക്കും പറഞ്ഞാൽ ഒരു 5 മാസത്തെ ഒരു ഇവന്റാണ്. സോ സ്വാഭാവികമായും ഒരു എന്താ പറയുക, ഒരു മുഴുനീള പത്രപ്രവർത്തകൻ, ഫുൾ ഫ്ലഡ്ജ്ഡ് പത്രപ്രവർത്തന ജോലി ചെയ്യുന്ന ഒരാൾക്ക്, പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിലെ പോലെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും കാലത്തെ ലീവ് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ സ്വാഭാവികമായും അത് വേണോ ഇത് വേണോ എന്ന ചോദ്യം. അതിലാണോ എന്താണ് പറയുന്നത്, ശ്രദ്ധ കിട്ടുന്നത് ഇതിലാണോ? രണ്ടിനും ഇതിലാണ് ഉത്തരം. അതാണ് നെഞ്ചത്തിരിക്കുന്നത്. തീർച്ചയായും. എഴുത്തുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്, കാണും സ്വാഭാവികമായിട്ട്. പക്ഷേ ശബ്ദം കൊണ്ട് ഒരുപാട് ശത്രുക്കളെ, ഈ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതിപ്പോ അങ്ങയുടെ സ്വാഭാവികം. പക്ഷെ അവരെ ശത്രുക്കൾ എന്നുള്ള കൂട്ടത്തിൽ ഞാൻ പെടുത്തില്ല. എന്നാലും അവരൊരു ശബ്ദം കൊണ്ട് അവർക്കൊരു എന്താണ്, അല്ല, അവരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് എന്റെ കമന്ററി എന്ന് പറയുന്നത് ബഹളമാണ് എന്നാണ് അവരുടെ ഒരു ആരോപണം. അപ്പൊ എനിക്ക് അവരോട് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ള മറുപടി, താങ്കൾ ഉൾപ്പെടെ അല്ലെങ്കിൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ചുരുക്കം സമൂഹം ഞാൻ വെറും ബഹളമാണ്, അതല്ലെങ്കിൽ ഒരു ജെനുവിൻ ഫുട്ബോൾ അല്ല എന്ന് പറയുമ്പോഴും എൻ്റെ ഇതേ ബഹളത്തെ ഇഷ്ടപ്പെടുന്ന ബഹുഭൂരിപക്ഷം ആളുകൾ ഇഷ്ടപ്പെടുകയാണ്. അപ്പം ആ ഒരു രീതിയാണ്. അപ്പം അവർക്ക് ഒരു ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് ഒരു ഭൂരിപക്ഷത്തിന്റെ താല്പര്യത്തെ ഹനിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ല, മാത്രമല്ല ഇത് ഷൈജുവിന്റെ സ്വതസിദ്ധമായ ശൈലിയല്ലേ. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. അത് നോക്കുന്നു, അത് കറക്റ്റായിട്ട് നോക്കുക. അതിലുപരി ഒരു ഗോൾ സ്കോർ ചെയ്ത് കഴിയുമ്പോൾ ഫുട്ബോൾ മാച്ച് ടെലിവിഷനിൽ കാണുന്ന ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അറ്റ് ദ ടൈം ഓഫ് സ്കോറിംഗ് ആണ്. ആ സമയത്ത് ഇപ്പം നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫുട്ബോൾ ടീമുകൾ കളിക്കുന്ന സമയത്ത് ആ ഗോളിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകന്റെ മുൻപിൽ ഈ ദൃശ്യം വരുമ്പോൾ ഒരു നല്ല ഗോൾ സ്കോർ ചെയ്യുന്നു. ആ സമയത്ത് വളരെ സുന്ദരമായ ഒരു ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ ആ സമയത്ത് മലയാളികൾ ആ സമയത്ത് തന്നെ എന്താ പറയുക, അവരുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് മാറ്റിവെക്കുന്ന. അതേസമയം അവർ പ്രതീക്ഷിക്കുന്നത് ഒരു നല്ല ഗോള് അതെങ്ങനെയായിരിക്കും, റൊണാൾഡോ സ്കോർ ചെയ്യും, അപ്പം അല്ലെങ്കിൽ നല്ല ഗോള് ലയണൽ മെസ്സി സ്കോർ ചെയ്യും. അപ്പോഴാണ് നമ്മൾ പറയാ, ശ്വാസമടക്കി പിടിച്ച് വീർപ്പടക്കി പിടിച്ച് തിരുവനന്തപുരം ഫ്രീ കിക്ക് ഫോർ പോർച്ചുഗൽ, റൊണാൾഡോ വരുന്നു ആ ഫ്രീ കിക്ക് എടുക്കാൻ. റൊണാൾഡോ, നിങ്ങളത് കാണുക. ഭൂഗോളത്തിൽ why this man is called a genius. വന്നിട്ടെന്ന് சொல்லு, തിരുമ്പി വന്നിട്ടെന്ന് சொல்லு. It's 3-3 in Trivandrum. ഇത് തന്നെ അല്ല, ഇത് കേൾക്കുമ്പോഴാണല്ലോ ഇപ്പൊ എനിക്ക് കാണണമെന്നില്ല കേട്ടോ. ഇത് ശരിക്കും ആക്ച്വലി ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ശരിയാണ്, ഇതിപ്പം ശരിക്കും നമ്മൾ കണ്ടതുപോലെ തന്നെ ഉണ്ട് ഇല്ലേ. നമുക്ക് കയ്യിലൊരു രോമാഞ്ചം നിങ്ങളുടെ ശബ്ദത്തിലൂടെ കിട്ടി. അതൊരു കഴിവ് തന്നെയാണ്. ഇതെങ്ങനെയാണ് ഇതിനോടുള്ളൊരു സാമീപ്യം തുടങ്ങിയത് എങ്ങനെയാണ്? അല്ല ശ്രീമറേട്ടാ, ഞാൻ ചെറുപ്പം മുതലേ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു വാതോരാതെ സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ ബേസിക്കലി കായിക പ്രേമിയും കൂടെയാണ്. ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഏറ്റവും കൂടുതൽ വഴക്ക് കേട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തല്ല് വാങ്ങിയിരിക്കുന്നത് ടീച്ചർമാരുടെ പക്കൽ നിന്നായാലും, അതിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും ജേർണലിസം പഠിക്കുമ്പോഴും, ഒന്നുകിൽ ഞാൻ കളി കാണാൻ എവിടെയെങ്കിലും പോയി, അല്ലെങ്കിൽ ടെലിവിഷനിൽ കളി കണ്ടു നിന്നു, അതല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലിരുന്ന് ഒച്ചത്തിൽ സംസാരിച്ചു. അതെ പറയുന്നത്. അപ്പം എന്റെ സംസാര രീതിയും എന്റെ ബേസിക് പാഷൻ എന്ന് പറയുന്നത് സ്പോർട്സും ഫുട്ബോളും ക്രിക്കറ്റും എല്ലാമാണ്. അപ്പൊ കളിക്കാരനാവണമെന്നായിരുന്നു ആഗ്രഹം. അതിങ്ങനെ എന്താ പറയാ, ഒരു ജീവിതത്തിന്റെ ഒരു ജംഗ്ഷൻ, നമ്മൾ ഈ പറയുന്ന ഒരു ജംഗ്ഷനിൽ കളിത്തട്ടിൽ ശരിക്കും പറയുന്നത്, ഇപ്പം അങ്ങയുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് പാടുക എന്നതാണ്. എന്ന് പറയുന്ന പോലെ എൻ്റെ പാഷൻ സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയിൽ പ്രവർത്തിക്കുക. പ്രത്യേകിച്ച് കമന്ററി ആണെങ്കിൽ അത് എനിക്ക് ഏറ്റവും എവിടെയെങ്കിലും ഇരുന്ന് കളി കണ്ട് ഗംഭീരമായി പൊടിപ്പും തൊങ്ങൽ, നേരത്തെ പറഞ്ഞതുപോലെ പൊടിപ്പും തൊങ്ങലും വെച്ചത് പറയാൻ കഴിയുക അല്ലെങ്കിൽ സാധിക്കുക. അപ്പം നേരത്തെ വളരെ പ്രഗത്ഭനായ ഒരു കമന്റേറ്റർ ഹർഷ ബോഗ്ലെ സാറ് വരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പാഷൻ നിങ്ങൾക്ക്
കാശ് കൊണ്ട തരുന്നുവെങ്കിൽ അതാണ് നിങ്ങളുടെ ലൈഫ്. ചെറുപ്പത്തിൽ ഷൈജുവിന് അങ്ങനെ വല്ലതും ഇൻഫാക്ച്വേഷൻസ് എല്ലാവർക്കും ഉണ്ടാവില്ല. എല്ലാവർക്കും ഉണ്ടാവും. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പഠിക്കുന്ന സമയത്തും നമ്മളുടെ ക്ലാസ്മേറ്റ്സിനോട്, നമ്മൾ നിരന്തരമായി കാണുന്ന ഏറ്റവും സുന്ദരികളായ എൻ്റെ സഹപാഠികളോട് തീർച്ചയായും എനിക്ക് പ്രണയമുണ്ട്. ഒരു അഡോളസന്റ് ഏജ് ആണ്. അബ്സല്യൂട്ട്ലി. അത് ഇൻഫാക്ച്വേഷൻ. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാറില്ലല്ലേ? ഇല്ല, ഷൈജുവിന് ഇല്ല. അതെന്താണ്? BP കൂടിയ കൊണ്ടായിരിക്കാം. കാരണം എൻ്റെ BP എന്ന് പറയുന്നത് ഒരു 150 110 ബേസ്. ബേസ്. ആൻഡ് ദ ടോപ്പ് എങ്ങനെ വേണേ പോവാം. 170 വരെയൊക്കെ പോയിട്ടുണ്ട്. കമന്ററി കഴിഞ്ഞ് കാറിൽ കയറി ഹോട്ടൽ മുറിയിൽ എത്തുന്നത് വരെ ഇവിടെ പിടിച്ചാലും എനിക്ക് ഇവിടെയൊക്കെ ഫീൽ ചെയ്യും ചില നേരത്ത്. ഞാൻ എന്റെ കൂടെ ഉള്ളവരോട് ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ ഞരമ്പിങ്ങനെ അടിക്കുന്നതാണ് ഇങ്ങനെ അടിക്കുന്നത്. അപ്പൊ അത് ഈ പറയുന്ന പോലെ അത് ആ സമയത്ത് ഒരു പ്രഷറിന്റെ എക്സൈറ്റ്മെന്റിന്റെ ഒരു സംഗതി ആയിരിക്കാം. യാത്രകളൊക്കെ കളിയുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. അല്ലാതെ ഈ നമ്മുടെ മലയാളികളായിട്ടുള്ള സ്പോർട്സ് പ്രേമികൾക്കിടയിൽ, പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഒരു ഉദ്ഘാടന തൊഴിലാളി കൂടിയാണ്. അങ്ങനെ ഈ ഉദ്ഘാടനത്തിന് പോകുമ്പോഴത്തേക്ക് പലരും അഭ്യർത്ഥിക്കത്തില്ലേ, ഇതുപോലൊന്ന് അതൊന്ന് പറയാമോ, ആ കമന്ററി ഒന്ന് പറയാമോ? ശ്രീമാരേട്ടാ, അതാണ് ഞാൻ പറഞ്ഞത്. മിനിയാവുന്ന ഞായറാഴ്ച കൊല്ലം, ഇന്നലെ മണ്ണാർക്കാട്, ഇന്ന് തിരുവനന്തപുരം, നാളെ മംഗലാപുരം. ഇതാണ് നിലവിൽ എൻ്റെ ഷെഡ്യൂൾ. അതുകൊണ്ടാണ് എന്നെ വന്ന് ചോദിച്ച സുഹൃത്തിനോട് പറഞ്ഞത്, എൻ്റെ ഇത് പോയാൽ പിന്നെ എന്നെ ഒരു കാശിന് കൊള്ളത്തില്ലെന്ന്. അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഡോക്ടേഴ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്ട്രെയിൻ ചെയ്ത് 2018 വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ശരിക്കും ഇത് എൻ്റെ വോക്കൽ കോഡ് ഇഞ്ചേർഡ് ആയിട്ട് അവിടെ ബ്ലീഡ് ചെയ്തു. കാരണം ഈ റൊണാൾഡോയൊക്കെ പറഞ്ഞ സമയത്ത് അങ്ങേ അറ്റത്തിലായിരുന്നു. അപ്പൊ ഡെയിലി കളി നടക്കുകയാണ്. റൊണാൾഡോയും അങ്ങനെ ആ സമയത്ത് ടോപ്പ് എഫർട്ടിലാണ് പൊക്കുന്നത്. അതായത് ഹൈ പിച്ചിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കാം. അവസാനം എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയിട്ട് ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി. ഡോക്ടർ പരിശോധിച്ചോ പറഞ്ഞു, വോക്കൽ കോഡിന് ചെറുതായിട്ട് ഒരു ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, റെസ്റ്റ് ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ജോലി ഇതായത് കൊണ്ട്, കാരണം ഇത് ഈ ഓവർ സ്ട്രെയിൻ ചെയ്യുന്നവർക്ക് വരുന്നൊരു കാര്യമാണ് നോഡ്യൂൾസ് വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ മരുന്നേ ഉള്ളൂ: മൗനം. മിണ്ടാതിരിക്കുക, മൗനവ്രതം. വീട്ടിലാരൊക്കെ ഉണ്ട് ചോദിച്ചില്ലല്ലോ? എൻ്റെ കുടുംബം, ഭാര്യയും 2 മക്കളും. മക്കൾ എന്ത് ചെയ്യുന്നു? മക്കൾ 2 പേരും കോളേജ് വിദ്യാർത്ഥികളാണ്. അപ്പം ഇവർക്കൊക്കെ ഇതുപോലെ ഈ വക കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ, അതോ അവർ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്? എന്നേക്കാൾ മിടുക്കരാണ്. അത് അവർക്ക് പൈതൃകമായിട്ട് കിട്ടിയതല്ലോ. ആ ആംഗിളിലെ അങ്ങ് എടുക്കരുത് ശ്രീമാരായിട്ട്. പക്ഷെ അവരെന്നേക്കാൾ മിടുക്കരാണ്. പക്ഷെ അവർക്ക് എപ്പോഴും നമ്മൾ പറയില്ലേ, ഒരു ലെഗസിയുടെ ഒരു ഭാണ്ഡം പേര് നടക്കുന്ന ഒരു സംഗതിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ എന്റെ മൂത്ത മകൻ, അദ്ദേഹം കേരള പ്രീമിയർ ലീഗിന് 2 മാച്ചിന് കമന്ററി പറഞ്ഞു. ഇതിനിടയിൽ ഞാൻ ഇല്ലാത്ത 2 ദിവസം ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടാവില്ല, എനിക്കൊരു പരിപാടിയുണ്ട്, അദ്ദേഹത്തെ കൊണ്ട് പറയിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പം ശരി നമുക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അത് കേട്ട ആളുകൾ പറഞ്ഞത്, നിങ്ങളെക്കാൾ നന്നായി നിങ്ങളുടെ മകൻ പറയുന്നു. അല്ല, അങ്ങനെ കേൾക്കുന്ന വലിയൊരു സുഖമാണ്. അപ്പൊ ഞങ്ങളുടെ പറയാം നേടാം നമ്മുടെ ഒരു കമന്റേറ്റർ ആയിട്ട് വന്ന എങ്ങനെ ഇരിക്കും? പറയാം നേടാം, പണം നേടാം, 2000 രൂപ സമ്മാനമായി നേടിയിരിക്കുന്നു. അതാണല്ലോ അതിന്റെ ഒരിത്.